ആദ്യം ഇദ്ദേഹത്തിന്റെ ഈ മൂഡൊന്ന് ശരിയാക്കാൻ നോക്കാം. എന്താ ഇപ്പൊ ചെയ്യാ? മ്യൂസിക് തന്നെയാ ഇദ്ദേഹത്തിന്റെ മൂഡ് ശരിയാക്കാൻ നല്ലത്. പ്ലീസ് അതൊന്ന് ഓഫാക്കോ. ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ബലൂണിന് മാത്രമല്ലേ അറിയൂ. നിങ്ങളുടെ ബലൂണിൽ നിന്ന് തന്നെ ഇതൊക്കെ ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ ബലൂൺ ഇതെല്ലാം റോക്ക് സ്റ്റാറിനോട് പറഞ്ഞു, റോക്ക് സ്റ്റാർ എന്നോട് പറഞ്ഞു. എന്റെ ബലൂണ് വേറെന്തൊക്കെയാ പറഞ്ഞു? ഞാൻ നിന്നെ എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചത്. പക്ഷേ പ്രിയ ഇതെല്ലാം ഡയറക്റ്റ്ലി തരുന്നു, ഒരു റിസ്കും ഇല്ലാതെ. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആ ഓഫർ സ്വീകരിച്ചുകൂടാ? യു ടെൽ മീ. അനാവശ്യം പറയരുത് നിഖിൽ. പ്രിയയുടെ ഒരു ജോലി നീ ചെയ്യരുത്. അതിലൂടെ എന്റെ കാര്യം കൊള്ളാവും. ഇനി നീ മേലിൽ ആ വീട്ടിൽ വന്ന നിന്നെ ഞാൻ... തനു, ആ വീട് നിന്റെ അല്ല. പിന്നെ പ്ലീസ്, ഇനി മേലിൽ ഇതുപോലെ ഓർഡർ എന്നോട് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഞാൻ റിയലൈസ് ചെയ്തു കഴിഞ്ഞു, നീ ശരിക്കും നിന്റെ ലൈഫിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. യു ആർ എക്സ്ട്രീംലി സെൽഫിഷ്. ഇനി മുതൽ ഞാനും എന്റെ ലൈഫിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് തന്നെ ആയിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഞാൻ അവസാനമായിട്ടാ പറയുന്നത്. ഇനി ഫ്രൂട്ട്സിന്റെ വില എന്താകുമോ ആവോ. മമ്മി എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാ. വെറും 5 രൂപയ്ക്ക് വേണ്ടിയാ മമ്മി ഇത്രയധികം കഷ്ടപ്പെടുന്നത്. മമ്മിയുടെ ആഭരണങ്ങൾ കണ്ടാ പിന്നെ ആരും ബാർഗൈനും ചെയ്യില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? അപ്പൊ ഞാൻ മാർക്കറ്റ് വരുമ്പോ ആഭരണം ഇടണ്ടെന്നോ? ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നാലേ ഷോപ്പിംഗ് മോളിലാ പോവേണ്ടത്. അയ്യോ, ഷോപ്പിംഗ് മോളോ? അത് കുറെ കൂടെ എക്സ്പെൻസീവ് അല്ലേ? പോരാത്തതിന് പ്രിയാണെങ്കിൽ ചെലവ് ചുരുക്കിയിരിക്കുക. ഒരുപാട് ചിലവാക്കിയാൽ അവൾ ഒരു നേരത്തെ ഫുഡ് പോലും തരില്ല. അവിടുത്തെ വലിയൊരു ആൾക്കൂട്ടം എന്തോ അപകടം പറ്റിയെന്നാ തോന്നുന്നത്. അതിന് നിനക്കെന്താ? അതെന്തെങ്കിലും ആവട്ടെ. വണ്ടി പോവോ? ആ മാഡം പോലോ. 80 രൂപയോ? 80 രൂപയോ? പിന്നെന്തിനാ മീറ്റർ വെച്ചേക്കുന്നത്? കാണാനാണോ? മമ്മി ഇതൊന്നും സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? നിഖിൽ, നീ എന്തായി പറയുന്നത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നു. സിംപിൾക്ക് വേണ്ടി ആക്ട് ചെയ്താ. നീ ഓവറാക്ട്. ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി ചെയ്യ് പ്ലീസ്. നിഖില് തനുവിനെ വൈഫെന്നല്ലേ പറഞ്ഞേ? സാർ എന്താ പറയുന്നേ? ഞങ്ങളെ കണ്ട അറിയില്ലേ ഡീസന്റ് ആണെന്ന്? സാർ, ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ ചികിത്സിക്കാനുള്ള പൈസ ഞങ്ങൾ തരാന്ന്. സാർ എന്തെങ്കിലും ഒരു വഴി പറയൂ. തനു നിഖിലിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് ചേച്ചിയോട് പറഞ്ഞേ പറ്റൂ. സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്, അധിക സമയം വേണ്ടി വരില്ല. പെട്ടെന്നാ. എനിക്കതിൽ ഒരു പങ്കുമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ കോഇൻസിഡൻസ്.
ഈ പറയുന്ന നിമിത്തങ്ങളിലൊന്നും ഞാനിപ്പോ വിശ്വസിക്കാറില്ല അലിയ. ഇപ്പോൾ എന്റെ മുഴുവൻ ശ്രദ്ധയും തനുവിലാണ്. ഓട്ടോമാറ്റിക്കലി ആരവളെ സഹായിച്ചാലും അവരെയും കൂടി ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. ഇനി തനുവിന്റെ ഏതെങ്കിലും പ്ലാനിൽ നിനക്ക് പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ തനുവിന് സംഭവിക്കാൻ പോകുന്നത് തന്നെയാവും നിന്റെയും അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്താലും ചിന്തിച്ച് ചെയ്യണം. ആ മൈഥിലിയെടുത്തി ജ്യൂസ് അല്ല, ഒരു ബദാം ഷേക്കാ കൊടുക്കണ്ടേ. ഞാനിപ്പോ പറഞ്ഞു കൊടുത്തതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കണ്ടേ. അവളെ രക്ഷിക്കാൻ പോയത് ആലിയുമല്ലേ, പിന്നെ ഞാനെന്തിനാ പോകുന്നത്? അതുകൊണ്ട് തന്നെയാ ഫോൺ വന്നത്. നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങളെ സാക്ഷിയാ. അതുകൊണ്ട് നിങ്ങളുടെ മൊഴി വേണമെന്ന് ഒരുപാട് തവണ അവര് വിളിച്ചു. ഞാൻ എവിടേക്കും വരുന്നില്ല, ഞാനിപ്പോ മ്യൂസിക് കേട്ടോണ്ടിരിക്കും. മൊഴി നൽകാൻ എത്ര സമയം വേണം? ഒന്ന് സ്റ്റേഷൻ വരെ പോണം, അന്ന് നടന്നത് എന്താണെന്ന് പറയണം, അത്രേ ഉള്ളൂ. അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിക്കുമ്പോ നമ്മള് പോകാതെ ഒഴിവായാൽ അത് പിന്നെ പ്രോബ്ലം ആവില്ലേ? എനിക്ക് പോയല്ലേ പറ്റൂ. ഇവളല്ലെങ്കിൽ എനിക്കൊരു സമാധാനം തരുമെന്ന് തോന്നില്ല. എന്നാ പിന്നെ പോവല്ലേ, പോ. വേഗം പോവാ. തനു ആലിയയുടെ പേരിൽ പ്ലാൻ ഉണ്ടാക്കി. ഇനി ആലിയയുടെ പേരുപയോഗിച്ച് തന്നെ അവൾക്കുള്ള പണി കൊടുക്കാം. അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടാ എനിക്കൊന്നും പറയാൻ പറ്റാഞ്ഞത്. പക്ഷേ സാർ നോക്കൂ, എന്റെ ഭാര്യ ആദ്യമായാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവളുടെ ആരോഗ്യം വളരെ മോശമാണ് സാർ. പിന്നെ ഒരു കാര്യം, പോലീസ് സ്റ്റേഷൻ കണ്ടാൽ തന്നെ അവള് ടെൻഷനാവാൻ തുടങ്ങും. അത് കാരണം അവളുടെ ആരോഗ്യം മോശമാവും സാർ. അയാൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ പൈസ കൊടുക്കാം, എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നോക്കൂ, സാറും ഒരുപാട് കഷ്ടപ്പെട്ടു, ഈ വെയിലത്ത് ഒരുപാട് തളർന്നു. സാറിനെ ഞാൻ പരിഗണിക്കാം. സാറിന് വേണ്ടത് ഇതിലുണ്ട്. നീ എന്താടാ കൈക്കൂലിയായിരുന്നു? നീ എന്താ ആളെ കളിയാക്കുന്നു? ഒരു പോലീസുകാരനാണോ കൈക്കൂലിയായിരുന്നു? അത് ഓൺ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരന് ഡബിൾ ചാർജാടാ നിനക്ക് തരുന്നത്. കൈക്കൂലി കേസും പിന്നെ വണ്ടി ഇടിച്ചതും. ഞാൻ നിന്നെ എസ് ഐ സാറിന് അടുത്ത് കൊണ്ടോ? പ്രഭാകർ പിടിച്ചോ. കൈക്കൂലിയാരാ? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പിന്നെ നിനക്കെന്താ ഇത്ര ടെൻഷൻ? ഇത് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാനല്ല, ഇവിടെ ഇനോഗ്രേഷന് വിളിച്ചതുപോലെയാ തോന്നുന്നത്. പിന്നെ ഞാൻ ഇവിടെ റിബൺ കട്ട് ചെയ്യുന്നതിന് ആയിരക്കണക്കിന് ആളുകൾ വെയിറ്റ് ചെയ്യണോ? നോക്കൂ, ഞാനിപ്പോ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാ, എന്നിട്ട് നിങ്ങൾ എന്നെ സംശയിക്കുന്നോ? ഈ പോലീസുകാരുണ്ടല്ലോ, അവർക്ക് ലേറ്റ് ആകുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. ഇനിയിപ്പോ കേസ് നിങ്ങൾക്കെതിരെ തിരിച്ചാലോ അവര്? അതൊന്നുമല്ല, നീ വേറെ എന്തോ കാര്യം എന്നോട് മറക്കുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ സ്വയം അകത്ത് കയറി നോക്കൂ അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഞാനെന്തിനാ നോക്കുന്നേ? നീയല്ലേ എന്നെ കൊണ്ടുവന്നത്, നീ പോയി നോക്ക്. നിങ്ങൾക്ക് പേടിയാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നേ? ആമേ റോക്ക് സ്റ്റാർ. ഞാൻ അകത്ത് നിന്നാണല്ലോ പോലീസുകാരെല്ലാരും കൂടെ എണീറ്റ് സല്യൂട്ട് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് അവളും ചിലപ്പോ അകത്തുണ്ടെങ്കിലോ? അന്നത്തെ സംഭവത്തിന്റെ മൊഴി എടുക്കാനായിട്ട് ചിലപ്പോ അവളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പൊ അവൾ അകത്തുണ്ടാവില്ലേ? നോക്കൂ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞാനല്ല, മറ്റാരൊക്കെയോ അത് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതുവരെ നിങ്ങളെ ചതിച്ചു. ഇനി തുടരാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് പ്ലീസ്, ചോദ്യങ്ങൾ ചോദിക്കാതെ എന്റെ ഒപ്പം വന്നാൽ നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടും. അതെ, ചേച്ചിയും അഭിയേട്ടനും കൃത്യസമയത്ത് എത്തിയാ മതിയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ കുട്ടികൾ എപ്പോഴും ലക്ഷ്യത്തിനടുത്തെത്തുമ്പോഴേക്കും എന്തിനാ അവരെ കൈവെടിയുന്നേ? എന്തിനാ കൈവെടിയുന്നേ? ഇത്തവണ അങ്ങനെ ചെയ്യരുത്. എന്റെ കുട്ടികളെ സഹായിക്കണം. എന്റെ 2 കുട്ടികളും ഒന്നുചേരാൻ പാടുപെടുകയാണ്. അവർ തമ്മിലുള്ള അകൽച്ചയെ ഒന്ന് മാറ്റിത്തരൂ ദൈവമേ. എന്റെ ഈ വിഷമങ്ങൾ കണ്ട് എല്ലാം ശരിയാക്കണേ. തനുവിന്റെ സത്യം കാണിച്ചു കൊടുക്കണേ. ഒത്തിരി വൈകിച്ച് അന്ധകാരത്തിലാക്കരുതേ. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണേ. കണ്ടോ എന്റെ ഫാൻസിനെ? ഇൻസ്പെക്ടർ അകത്ത് അങ്ങോട്ട് വരൂ. അത് പിന്നെ സാർ, ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്. സാർ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ സാർ? സാർ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. സാറിന്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ എനിക്ക് ഉറപ്പായും പ്രൊമോഷൻ കിട്ടും. പ്ലീസ് സാർ. എനിക്കും കൂടെ ഒരു സെൽഫി. പിന്നെന്താ, നിങ്ങളൊന്ന് വരാൻ. കണ്ടില്ലേ നിങ്ങൾ എന്റെ പോപ്പുലാരിറ്റിയിൽ അസൂയ വെക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ യൂണിഫോമും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഞാനൊന്ന് അകത്ത് പോയിട്ട് ഇപ്പൊ വരാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്നേ, ഫോട്ടോഗ്രാഫും തരാം. നീ ഇതെന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? അല്ല, ഇത് സീനിയർ ഓഫീസറിന്റെ ക്യാബിനല്ലേ? സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് ജൂനിയർ ഓഫീസേഴ്സ് അല്ലേ? പക്ഷെ നിങ്ങളെ വിളിച്ചത് സീനിയർ ഓഫീസർ തന്നെയാ. നിങ്ങൾ വലിയ സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ടാ. ഒരു ഫാമിലിയിലുള്ള ആളാ. ഇവൻ മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കും തോന്നില്ല. ഇവൻ ഡ്രിങ്ക്സും കഴിച്ചിട്ടില്ല. സാർ, അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ അവൻ തന്നോളൂ. അല്ലേ നിഖിൽ?
അതെ, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ. ഞാൻ മുഴുവൻ ചെലവ് ഏറ്റെടുക്കാന്ന് പറഞ്ഞതാ. നോക്കൂ സാർ, ഇയാൾ നല്ലൊരു വ്യക്തിയാണ്. സാർ ഇവനെതിരെ കേസെടുത്താ പിന്നെ അത് അവന്റെ പ്രൊഫഷനെ ബാധിക്കും. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടും അധികം ആയിട്ടില്ല. നിങ്ങൾ സംസാരിക്കൂ, ഞാൻ പോയി നിഖിലിന്റെ വൈഫിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അവര് പ്രഗ്നന്റ് അല്ലേ? ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ. നിന്റെ വൈഫ് എവിടെ? ഈ സിറ്റുവേഷനിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കാറി കൊണ്ടിരുത്ത്, എന്നിട്ട് AC ഇട്ട് കൊടുക്ക. ശരിക്കും പെട്ടല്ലോ നിഖിൽ. ഇനി നിന്നെയും തനുവിനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. എന്തു പറ്റി നിഖിൽ? ഒരുമിച്ച് കളിച്ച ഈ ഗെയിം, അതിന്റെ ശിക്ഷ ഇവർക്ക് കിട്ടും. ഇവര് രണ്ടുപേരും എന്റെ അമ്മയോട് ചെയ്തതിനെല്ലാം, പിന്നെ അത്താനു കാരണം ഞാൻ ഇദ്ദേഹത്തിൽ നിന്നും അകന്നു കഴിയുന്നു. ഇദ്ദേഹം എന്റെയാണ്. ഇദ്ദേഹത്തെ എന്നിൽ നിന്നും ആർക്കും അകറ്റാൻ കഴിയില്ല. ഇവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ പിടിക്കുന്നത്? ആദ്യം കാറി വെച്ചും പിന്നെ ഇവിടെ വെച്ചു. ഇനി പഴയ ഓർമ്മകളൊക്കെ ഇവളുടെ മനസ്സിലോട്ട് വന്നു തുടങ്ങി. സൂക്ഷിച്ചു പോണം. ഹായ് അച്ഛമ്മേ, സുഖാണോ? ഹായ്. ഒരു ഹായ് പറയാൻ പോലും വയ്യ. സാരല്ല, ആദ്യം ആ പ്രിയ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കട്ടെ. പിന്നെ ഇവരൊക്കെ എന്റെ പിന്നാലെ വരും. അപ്പൊ ഞാൻ ആരുടെയും മുഖത്ത് പോലും നോക്കി സംസാരിക്കില്ല. നീ എന്തായി കാണിക്കുന്നേ? നോക്കി നടക്കാൻ പാടില്ല നിനക്ക്. സോറി. വാട്ട് സോറി? ഗ്ലാസും പൊട്ടിപ്പോയി. ഗ്ലാസ് പൊട്ടി എന്തോ അപകടം സംഭവിക്കാൻ. നീ ആരെ കാണിക്കാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? എന്നെയോ അതോ ഈ വീട്ടുകാരെയോ? നിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. നിന്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല ആലിയ. നിന്റെ മരണം കൊണ്ട് മാത്രമേ അതൊക്കെ മാറാൻ പോകുന്നുള്ളൂ. റോബിൻ, ആയിനോ താനും നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നെന്ന്. പക്ഷെ ആലിയ, നീ എത്ര ശ്രമിച്ചാലും ശരി, പ്രിയേച്ചി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ ജസ്റ്റ് ഹോപ്പ് പ്രിയേച്ചി ഇന്ന് തന്നെ തനുവിന്റെ സത്യം എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവരും. അതോടെ നീയും ഈ വീട്ടിൽ നിന്ന് പുറത്താകും ആലിയ. സംസാരിച്ചു. നീ എന്തായാലും തെറ്റ് മനസ്സിലാക്കി അവർക്കുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? താങ്ക്സ് അബി. ഇയാളുടെ ഭാര്യ എവിടെയാണ്? വരുന്നുണ്ട് സാർ. പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇതിന്റെ ശിക്ഷ ഉറപ്പായും കിട്ടും. അബിക്ക് എല്ലാ സത്യവും മനസ്സിലായാൽ ഇവൻ പോലീസുകാരുടെ മുന്നിലിട്ട് തന്നെ എന്നെ തല്ലും. അവനുണ്ടാക്കുന്ന കേസിൽ നിന്ന് ഒരു കാരണവശാലും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് വരില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത്താനും എന്താ വരാത്തെ? എന്റെ ലക്ഷ്യം എന്റെ മുന്നിലുള്ളപ്പോ എനിക്ക് ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കാം. വൈകിയത് നോട്ടി. നിനക്കറിയോ, ഞാനിതൊക്കെ ഒരുപാട് മിസ് ചെയ്തു. വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാരണം നിന്റെ ആരോഗ്യം വളരെ മോശമാണ്. നന്നായിട്ട് നടക്കാൻ പോലും കഴിയില്ല. ഭയങ്കര ടെൻഷനിലായിരുന്നു. താങ്ക്സ് റാബി. ഇവളെ ഓർമ്മയില്ലേ? സോനാലി. ഇയാളെ പിന്നെ ആരാ അറിയാത്തത്? ഓർമ്മയില്ലേ? ദ അൾട്ടിമേറ്റ് റോക്ക് സ്റ്റാർ. പിന്നെ ഇതാണ് പ്രിയ ആദിത്യ മാഡം. ഇവർക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലല്ലോ. എന്റെ വൈഫ് സൊണാലി. ഞാനിതൊക്കെ ഒരുപാട് മിസ് ചെയ്തു. വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാരണം നിന്റെ ആരോഗ്യം വളരെ മോശമാണ്. നന്നായിട്ട് നടക്കാൻ പോലും കഴിയില്ല. ഭയങ്കര ടെൻഷനിലായിരുന്നു. താങ്ക്സ് റാബി. ഇവളെ ഓർമ്മയില്ലേ? സോനാലി. ഇയാളെ പിന്നെ ആരാ അറിയാത്തത്? ഓർമ്മയില്ലേ? ദ അൾട്ടിമേറ്റ് റോക്ക് സ്റ്റാർ. പിന്നെ ഇതാണ് പ്രിയ ആദിത്യ മാഡം. ഇവർക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലല്ലോ. എന്റെ വൈഫ് സൊണാലി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് നിങ്ങളുടെ മാരേജിന്. പിന്നെ അച്ഛനും അമ്മയാവാൻ പോവല്ലേ, അതിനൊരിക്കട്ടെ ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. പിന്നെ നിങ്ങളെ കണ്ടിട്ട് തോന്നില്ല കേട്ടോ പ്രഗ്നന്റ് ആണെന്ന്. സോ ഞാൻ ഡ്രൈവർ, ഇവള് എന്റെ കൂടെയും. കച്ചവടക്കാരനുമായി ആക്സിഡന്റ് ഉണ്ടായി. ഒരുപാട് ആളുകൾ അവിടെ എത്തി. താനും അവിടെ ഒന്നുമില്ല. പിന്നെ താനും അവിടെ നിന്ന് വന്നു.
കൊള്ളാം പ്രിയ, കൊള്ളാം. നല്ല ഒന്നാന്തരം പ്ലാൻ ആയിരുന്നല്ലോ. പക്ഷെ എന്ത് ചെയ്യാം, ആ പ്ലാൻ കൺമുന്നിൽ വെച്ച് തന്നെ അവസാനിക്കുകയും ചെയ്തു. പ്ലാൻ മാത്രമല്ല, സർവ്വതും തലകീഴായി മറിഞ്ഞിരിക്കുന്നു. തനു പറഞ്ഞത് ശരിയാണ്. നീ എന്നെ ഒതുക്കാനാണ് വലിയ പോസ്റ്റ് ഓഫർ ചെയ്തത്. പക്ഷേ നീ തന്നെ എല്ലാം കുളമാക്കി. ഇനി നീ എന്നോട് കോർക്കാൻ വന്നാൽ നിന്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ എവിടെയാണെന്ന് നിനക്കറിയോ? പോലീസ് സ്റ്റേഷനില് നിഖിലിനൊപ്പം. നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് എന്തൊക്കെ അറിയില്ലാന്ന് ചോദിക്കു തനു. പ്രിയ നീ അവിടെയാണ് എന്നറിഞ്ഞ കാര്യം എനിക്കറിയാം. ആക്ച്വലി രചന നിന്നെ നിഖിലിനൊപ്പം അവിടെ വെച്ച് കണ്ടിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ ഭാര്യ എന്ന് വിളിച്ച കാര്യം അറിഞ്ഞു. Oh my God. ബാക്കിയും കൂടെ കേക്ക് സ്വീറ്റ് ഹാർട്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വര്, നിന്നെ കയ്യോടെ പിടികൂടാൻ. ആലിയ പ്ലീസ് അവളെ തടയൂ, പ്ലീസ് അവളെ ഒന്ന് തടയൂ. അവരിറങ്ങി കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യാ? അത് നീ ചിന്തിക്കേ. നിന്നെ ഇൻഫോം ചെയ്യലായിരുന്നു, അത് ഞാൻ ചെയ്തു. ഓക്കെ, കുറ്റപ്പെടുത്തില്ലേ? സമൂഹത്തിൽ ഇവന് ഒരു വിലയുണ്ടാവില്ല. ഇപ്പോഴത്തെ ഈ ചെറിയ തെറ്റിന് എന്റെ കുഞ്ഞിന്റെ ജീവിതമാ പോകുന്നത്. ഇതൊക്കെ ചിന്തിച്ചിട്ട് ഞാനിപ്പോ കരയുന്നു. നിങ്ങൾ പറയൂ, ഞാനിനി എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യൂ, എനിക്ക് ഇവിടുന്ന് പോകണം. എന്റെ കുഞ്ഞിന്റെ ജീവിത പ്രശ്നമാണ്. നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, അമ്മയും ആയിരിക്കും. എന്റെ വിഷമം, എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, പ്ലീസ്. ഓക്കെ ശരി, നീ വിഷമിക്കണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. താങ്ക് യു സോ മച്ച്. സമയം നിൽക്കണ്ട. യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? നിഖിൽ, നീ കേട്ടിട്ടില്ലെങ്കിൽ ചുവരുകൾക്കും ചെവിയുണ്ട്. ആ പ്രിയ എനിക്ക് സ്വയം വലിയൊരു ചുവരാണ്. അവൾ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല നിഖിൽ. ഇനി എങ്ങാനും അവൾ ഇതറിഞ്ഞാൽ നീ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്തെങ്കിലും നമ്മൾ പറയുന്നത് കേട്ടാ പിന്നെ അവൾ അതേ പിടിച്ചു കയറി വലിയ ഇഷ്യൂ ആക്കും. അത് അവസാനം നമുക്ക് പ്രോബ്ലം. ആക്ച്വലി ഷീ ഈസ് റൈറ്റ്. അബി ഓഫീസിൽ പോയിരിക്കെ എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. ഈ പ്രിയ എന്താ ഇതുവരെ വരാത്ത? അതെന്താന്നറിയോ? അവളുടെ കണ്ണീര് കാരണം വീട് മുഴുവൻ സുനാമി ഉണ്ടാവുന്നു. പാവം കടലിനടുത്തെങ്ങാനും ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും അല്ലേ? ഓ മൈ ഗോഡ്. ശരി ഗേൾസ്, അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഇനി യുദ്ധം ചെയ്യേണ്ട അവസരം ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ യുദ്ധം വെറുതെ ആവില്ല. നീ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആൻഡ് ഐ പ്രോമിസ് യു, നാളത്തെ രാത്രി നിന്റെ ഈ വീട്ടിലും അബിയുടെ ഒപ്പമുള്ള അവസാനത്തെ രാത്രിയായിരിക്കും. നിനക്ക് എന്താ തോന്നുന്നത് തനു? നീ ഇത്ര ദിവസമായിട്ട് കളിക്കുന്ന കളി ആരും അറിയില്ലെന്നാണോ വിചാരം? നീ ഒരിക്കലും പിടിക്കപ്പെടില്ല, ആർക്കും ഒരു പ്രൂഫും ഉണ്ടാവില്ല. നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ചിന്തയാണ്. അതിനി എന്തൊക്കെ തന്നെ ആയാലും ഒരു ദിവസം സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും തനു. പിന്നെ നീ എന്തു ചെയ്യും? എന്നെ കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. നീ നിന്റെ ആരോഗ്യം നോക്ക്, എന്നിട്ട് നിന്റെ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കു തനു. സംഭവിക്കാനുള്ളതൊക്കെ എന്തായാലും സംഭവിക്കും. സത്യം എന്നായാലും പുറത്തു വരും. ചിന്തിക്കൂ, നിന്റെ കുഞ്ഞിനെ കുറിച്ചും കുഞ്ഞിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിക്കും. ഇനി നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും കാര്യം ഞാൻ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിക്കും. നീ എവിടെ ചിന്തിച്ച് നിർത്തുന്നുവോ അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങും. കരയുന്നത് മോളെ? രാവിലെ മുതലേ ഞാൻ നിന്നെ ഫോൺ വിളിക്കുന്നതാ, നീ ഒരു മറുപടിയും തന്നില്ല. ടെൻഷൻ കാരണം എന്റെ ജീവൻ പോയേനെ. എന്തിനാ കുഞ്ഞെ കരയുന്നേ? കാര്യം പറ. അച്ഛമ്മ എപ്പോഴും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ തവണയും തനുവിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും. പക്ഷെ തോറ്റു പോവാണല്ലോ. ഇന്ന് വീണ്ടും അവൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. അച്ഛമ്മ, ഞാനാ തോറ്റുപോയത്. ഇത്തവണ ഞാനാ തോറ്റത്. കരയല്ലേ മോളെ, കരയല്ലേ. നീ പറ, പോലീസ് സ്റ്റേഷനിൽ അവളെ നീ കണ്ടില്ലേ? ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ എല്ലാം ശരിയാവും എന്റെ പൊന്നുമോളെ. ഒന്നും ശരിയാവുന്നില്ല അച്ഛമ്മ, ഒന്നും ശരിയാവുന്നേ ഇല്ല. എപ്പോഴും ഇവിടെ എങ്ങനെയാ രക്ഷപ്പെടുന്നെന്ന് അറിയില്ലല്ലോ. ഇത്രയും അവസരങ്ങൾ കിട്ടിയിട്ടും നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മതി, ഒരുപാടായി പ്രിയേച്ചി. ചേച്ചി, ഇനിയൊന്നും ചേച്ചി ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്ത് ചെയ്താലും നേരിട്ട് തന്നെ ചെയ്യാം. മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാം.
പ്രിയേച്ചി, ഇത്തവണത്തെ യുദ്ധത്തിൽ നമ്മൾ ഒരിക്കലും അവളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല പ്രിയേച്ചി. എന്നെ ഒന്ന് വിശ്വസിക്കുക പ്രിയേച്ചി, ഇത്തവണ എല്ലാം ശരിയാവും. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് അവള് രക്ഷപ്പെടാൻ പോകുന്നില്ല. പറയൂ കാര്യം. ഓ എന്റെ തനു, നീ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുക, എന്നിട്ട് പിന്നെ ആ പഴയ എനിവേസ് forget it. Oh my God, you are too good, Alia. എന്തൊരു സൂപ്പർ പ്ലാൻ ആണ്. കാരണം ഇത് കറക്റ്റ് ടൈമാണ് പണി കൊടുക്കാൻ. ഇതാണ് പ്ലാൻ. Oh my God, thank you so much. എന്താ ചെയ്യുന്നത്? കെട്ടിപ്പിടിക്കാനോ അതോ കൊല്ലാണോ എന്നെ? ഐ ആം സോ സോറി. എക്സൈറ്റ്മെന്റിൽ ഞാൻ മറന്നു. ബട്ട് യു നോ, നിന്റെ ബ്രെയിൻ ബുള്ളറ്റ് ട്രെയിനേക്കാൾ ഫാസ്റ്റ് ആണ്. നിന്റെ ബുദ്ധിക്ക് ബുള്ളറ്റിനേക്കാൾ പവർ ഉണ്ട്. ഞാൻ കരുതി നീ പറന്നു വന്നു പൈങ്കിളി, വിരുന്നു വന്നു രാക്കിളി, ഒരുങ്ങി നിന്ന തേൻകിളി, മൂന്നാം കിളി. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ക്യാച്ച് ചെയ്തതാ. നീ വീഴാൻ പോയപ്പോഴേ ഒന്ന് പിടിച്ചേ ഉള്ളൂ. ഞാൻ ഈ ക്യാച്ച് മിസ് ചെയ്താലേ നീ എന്നെ ഇവിടെ ഔട്ടാക്കില്ലേ, ഈ വീട്ടിൽ നിന്ന് തന്നെ. നിങ്ങൾക്കിത് എന്താ പറ്റി? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എന്റെ കാര്യം വിട്, നീ പറ. നീ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? ഇപ്പോൾ ഉറക്കത്തിൽ എന്താ പറഞ്ഞു? നീ എന്റെ കണ്ണി നോക്കി സംസാരിക്കേ, കണ്ണി നോക്കി മറുപടി പറയും. നീ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താ ചെയ്തേ? പിന്നെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു? എന്റെ കണ്ണിൽ പൊടിയിട്ട് തനുവിനെ ഇരയാക്കാൻ നോക്കിയതാ അല്ലേ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ തെറ്റായി ചിന്തിക്കുക. ശരി, സമ്മതിച്ചു. ഞാൻ ചിന്തിക്കുന്നതൊക്കെ തെറ്റാ, നീ ചിന്തിക്കുന്നത് ശരിയുമാണ്. എങ്കിൽ പിന്നെ ഇന്നലെ രാത്രി എന്നെ കണ്ടത് നീ എന്തിനാ കിടന്ന് ഉറങ്ങിയത്? എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരേണ്ടി വരുമെന്ന് പേടിച്ചാണോ നീ അങ്ങനെ ചെയ്തേ? ഇപ്പൊ നീ എണീറ്റിരിക്കല്ലേ? ഇനി പറ, നീ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ കൊണ്ടുപോയത്? അത് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കാനായി. എന്നോട് വെറുതെ കള്ളം പറയണ്ട. ഞാൻ SIക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പോയപ്പോഴേ അദ്ദേഹം പറയുക കംപ്ലൈന്റ് ആയതിനു ശേഷം മാത്രമേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ. ഇതുവരെ ആരും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നീ വെറുതെ തനുവിനെ കൊടുക്കാൻ നോക്കുമല്ലേ? ഞാൻ ആരാന്നാ കരുതിയേ? വൈഫ്. അങ്ങനൊരു റിലേഷൻ ഉള്ളതുകൊണ്ട് നിന്നോട് റിക്വസ്റ്റ് ചെയ്യുക, പ്ലീസ് നീ തനുവുമായിട്ടുള്ള വഴക്കൊന്നും നിർത്തണം. നിങ്ങളുടെ വഴക്കിൽ ഇല്ലാതാവുന്നത് എൻ്റെ ലൈഫാണ്, അത് നീ മറക്കണ്ട. ഇദ്ദേഹത്തിന് ഇപ്പോഴും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. എന്നാൽ തനു ഈ ബന്ധം തകർക്കുമെന്ന ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂർ അതിനുള്ളിൽ അവൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ഡിവോഴ്സ് തരില്ല, ചിലപ്പോൾ നിനക്ക് ഡിവോഴ്സ് തരികയുണ്ടാവില്ല. പക്ഷെ നീ ചതിയിലൂടെയെങ്കിലും ഡിവോഴ്സ് വാങ്ങണം. നീ എന്താ ഈ പറയുന്നത്? എന്താ ഈ വാക്ക് നീ മുൻപ് കേട്ടിട്ടില്ലേ? അബി, അവള് നിന്നെ ചതിച്ചതാണ്. ചതിയിലൂടെ നിന്റെ മുഴുവൻ സ്വത്ത്, നിന്റെ മുഴുവൻ പണം എല്ലാം അവള് സ്വന്തമാക്കി. നീയും ചതിയിലൂടെ ഡിവോഴ്സ് കൈക്കലാക്കൂ. ഐ മീൻ വാങ്ങൂ, അതും 24 മണിക്കൂറിനുള്ളിൽ. 24 hours? ഐ മീൻ അബി, 24 മണിക്കൂർ കൊണ്ട് അവൾ എന്റെ ഡ്രസ്സ് നശിപ്പിച്ചത്. അതുപോലെ തന്നെ നീ അവളോട് ഡിവോഴ്സ് വാങ്ങൂ. എന്റെ കല്യാണ ഡ്രസ്സ് നശിപ്പിച്ചതിന്റെ പ്രതികാരം നീ തീർക്കണം അബി. എന്താ? ഇതുവരെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല അവള് കാരണം. അബി, കാര്യം പ്രൊഫഷണൽ ലൈഫിന്റേത് മാത്രമല്ല, അവൾക്ക് പക്ഷെ നിന്റെ പേഴ്സണൽ ലൈഫ് ഇഷ്ടമല്ല. നീ കണ്ടില്ലേ ഇന്നലെ എത്ര മോശമായിട്ട് നമ്മുടെ ബന്ധത്തെയും കുഞ്ഞിനെയും കുറിച്ച് പറഞ്ഞതെന്ന്? അവള് പറഞ്ഞതിലൂടെ തന്നെ നിനക്ക് മനസ്സിലാവും നമ്മുടെ കല്യാണം നടക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്ന്. നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ചിന്തയുണ്ടെന്ന് അവള് വെറുതെ പറയുന്നതാണ്. പക്ഷെ ശരിക്കും അവൾക്ക് ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? ഉണ്ട്, അവൾക്ക് എന്നോട് അസൂയാണ്. വാട്ട് റബിഷ്! അവളെന്തിനാ നിന്നോട് അസൂയ കാണിക്കുന്നേ? അവൾക്ക് എല്ലാം ഇല്ലേ? പൈസ, പ്രോപ്പർട്ടി, നിന്നെ പോലെ തന്നെ ഫേമസ് ആണ്, സൗന്ദര്യമുണ്ട്. അവൾക്കില്ലാത്ത എന്താ നിനക്കുള്ളതെന്ന് നീ ഒന്ന് പറ തനു. നീ എല്ലാം എണ്ണി പറഞ്ഞു തുടങ്ങിയ അബി, പക്ഷെ നീ ഒന്നും ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവുന്നത്, നിന്നെ വിവാഹം ചെയ്യുന്നത്, ഇത് അവൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അബി. അവൾക്ക് ലഭിക്കാനുള്ളതെല്ലാം എനിക്ക് ലഭിക്കുന്നത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. That's not true, തനു. പ്രിയക്ക് പ്രിയം പൈസയോട് മാത്രമാ. ഇതൊക്കെ വേണമായിരുന്നെങ്കിൽ പ്രിയ എന്നെ വിട്ട് ഒരിക്കലും പോവില്ലായിരുന്നല്ലോ. കാരണം അബി, ഇതൊക്കെ ഒരു സ്ത്രീക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ അവളുടെ അസൂയ അനുഭവിച്ചതാണ്.
നീ ഇത് വിശ്വസിക്കണം. കാരണം ഈ കാര്യം നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടതാ. നീ എന്തെങ്കിലും ചെയ്യണം, എന്നിട്ട് അവളെ അകറ്റി നിർത്തണം. എങ്ങനെങ്കിലും ചതിയിലോട്ട് ഡിവോഴ്സ് വാങ്ങിക്കണം അബി. അബി, വാവ്, നീ ശരിക്കും എനിക്ക് തന്ന വാക്ക് നിറവേറ്റുവാണോ അതോ അവളുടെ ഭർത്താവാൻ ശ്രമിക്കുകയാണോ? പക്ഷെ നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് വലിയ തെറ്റാണ് അബി. വാവ് തനു, നിന്റെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അടിപൊളിയായിട്ടുണ്ട്. ആലിയ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ആക്ടിങ് അവളും കണ്ടേനെ. അവളുടെ മുന്നിൽ നിന്റെ വാല്യൂ കൂടിയേനെ. അബി അബി അബി, ഞാൻ പറയുന്ന കേക്ക്. ഇത്ര പെട്ടെന്ന് അവൻ ഞാൻ പറയുന്നത് അനുസരിക്കില്ല. ഞാൻ ഇനിയും അധികം അഭിനയിക്കേണ്ടി വരും. ഒരു ഭാര്യയുടെ കടമ നീ നിറവേറ്റി. ഭഗവാൻ ഇങ്ങനെയുള്ള ഭാര്യയെ ഭാഗ്യവാന്മാർക്കേ നൽകൂ. എന്റെ ചെറുമകൻ വലിയ ഭാഗ്യവാനാ. അച്ഛമ്മ, ഇതെല്ലാം എന്റെ പരിശ്രമമല്ല, അച്ഛമ്മയുടെ അനുഗ്രഹം കൊണ്ടാ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചെറുമകനെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ആശീർവാദം എപ്പോഴും കൊടുക്കുന്നു. നീ ഈ സന്തോഷ വാർത്ത വേഗം പോയി അഭയോട് പറ. അവൻ ഒരുപാട് സന്തോഷമാകും. അവനും നീ കാരണമായി ഇതൊക്കെ ഉണ്ടായതെന്ന് പറയും. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് വേഗം ചെല്ല്. എന്റെ മക്കൾക്ക് എന്തൊരു വിധിയാണ്. എല്ലാം ശരിയായിട്ടും ഒന്നും അവരുടെ ജീവിതത്തിൽ ശരിയാവുന്നില്ല. ഇവളോടൊപ്പം ഫുഡ് കഴിച്ചാ പിന്നെ ഇവള് വിചാരിക്കും ഞാൻ എല്ലാം സമ്മതിച്ചു. എന്തായാലും അത് വേണ്ട. എവിടേക്ക് വെക്കൂ. എന്തുപറ്റി? നിങ്ങള് ആഹാരം കഴിക്കുന്നില്ലേ? ഇല്ല. എന്താ? ഞാൻ ചോദിച്ചത് കിട്ടുന്നവരെ ഞാൻ ഇവിടെ നിന്ന് ഒന്നും കഴിക്കാൻ പോകുന്നില്ല. ഓക്കെ ദെൻ. റോബിൻ ഒരു കാര്യം ചെയ്യൂ, ഇദ്ദേഹത്തിന്റെ ഫുഡ് മാറ്റിക്കോളൂ, എന്നിട്ട് എന്റേത് മാത്രം വെച്ചാൽ മതി. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടേ. ഇന്ന് രാവിലെ മുതൽ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? റോബിൻ, ഇദ്ദേഹത്തിന്റെ ഫുഡ് അച്ഛമ്മയുടെ റൂമിൽ വെക്കൂ. ഇതാ കഴിക്കേ. പ്രിയ ശരിക്കും ഒരു മനുഷ്യത്വമില്ലാത്ത പോലെ പെരുമാറുന്നു. ഒരു ഫീലിങ്സും ഇല്ലേ അവൾക്ക്? ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവൾക്കൊന്നുമില്ല. എന്റെ അച്ഛമ്മയ്ക്ക് അറിയില്ല ഞാനൊരു പായസ കൊതിനാണെന്ന്. ഇതെന്താ അറിയാത്ത പോലെ? എവിടെ കിട്ടും ഇതുപോലെ ഒരു മരുമകൾ? എന്റെ ചെറുമകൻ കഴിക്കാതെ അവൾ യാതൊന്നും കഴിക്കില്ല. പതുക്കെ മോനെ, പതുക്കെ. ഇനിയും പായസം ഇരിക്കുന്നു. പക്ഷെ നിനക്കെന്താ? നിനക്ക് പ്രിയെ കുറിച്ചുള്ള ചിന്തയല്ലേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ പൈസയും. ഞാനൊരു കാര്യം പറയാം അബി, എന്നെക്കാളും എനിക്ക് എന്റെ ഈ കുഞ്ഞാണ് വലുത്. ഞാൻ വേണമെങ്കിൽ പ്രിയയുടെ മുന്നിൽ തോറ്റ് നിന്നെ ഒരിക്കലും ഞാൻ വിവാഹം ചെയ്യുന്നില്ല. പക്ഷെ ഈ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ ആവുന്നു. പ്രിയ ഒന്നാമത് ഈ കുഞ്ഞിനെ പറ്റി ഓരോന്ന് പറയുന്ന. ഇനി ലോകം എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? തന്തയില്ലാത്തത്. എത്ര ചീത്തകൾ വിളിക്കും, സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. ഒരു റോക്ക് സ്റ്റാറിന്റെ കുഞ്ഞിന് ഇത്രയും മോശപ്പെട്ട അവസ്ഥ. അബി പ്രിയക്ക് ഇതൊന്നും ഒരു തരത്തിൽ ഞാൻ ഡിവോഴ്സിനെ പറ്റി സംസാരിച്ചോളാം. അബി, നിനക്കറിയോ, നീ നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കും, ഒരു നല്ല അച്ഛനും. എനിക്കറിയാം ഞാൻ പറയുന്നത് നീ കേൾക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം എല്ലാം ശരിയാക്കി വെച്ചു. വെയിറ്റ്. അബി, ഇതാണ് ഡിവോഴ്സ് പേപ്പേഴ്സ്. നീ ഇതിൽ പ്രിയയുടെ സൈൻ വാങ്ങിയാൽ പിന്നെ അവൾ എന്നേക്കുമായി നിന്നിൽ നിന്ന് അകന്നു പോകും. എന്നെ പോലെ ലിപ്സ്റ്റിക് ഇടുന്നില്ലേ?
ഞാൻ വേണമെങ്കിൽ ഇത് തരാട്ടോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ. നിന്നെ പോലെ എന്ത് ചെയ്തെന്നാ? ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നതേ എന്ത് ചെയ്തിട്ടാ നിന്നെ പോലെ ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ ആവാൻ പറ്റുന്ന എന്ന് വെച്ചാ നീ എന്നോട് ചെയ്തില്ലേ, അതൊക്കെ നിന്നോടും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇത് നല്ല വെയിറ്റ് ആണല്ലോ. എനിക്ക് നിന്നോട് വരാൻ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കൂടെ വരാം. എണ്ണുന്നത് എന്തിനാ? ഒരു സെക്കൻഡ്. എന്തിനാ ഒരു സെക്കൻഡ്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ ഡിന്നറിന് വരണോ? നിങ്ങൾക്ക് ശരിക്കും എന്നെ വിശ്വാസമില്ലേ? ഹേയ്, വിശ്വാസക്കുറവൊന്നുമില്ല. ഇറ്റ്സ് എ ബിസിനസ്. പിന്നെ ബിസിനസിന്റെ റൂൾ നമ്പർ 1, ആരെന്നെങ്കിലും പൈസ വാങ്ങിച്ചാൽ അത് എണ്ണി നോക്കണം. തളർന്നുപോയി. ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത റൂമിൽ പോയിട്ടൊന്ന് എണ്ണി നോക്കാം. ഇത് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. എക്സ്ക്യൂസ് മീ. ഇഷ്ടപ്പെട്ട് തനു എത്ര ഡ്രാമ കാണിച്ചു, കരഞ്ഞു. ഷോ, ഇനി അവിടെ പോയി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായ വൈ സ്പോയിൽ ഇറ്റ്? ചേട്ടൻ ഈ ഒരു കാര്യം ഫുള്ളി ഫ്രീ മൈൻഡോട് കൂടി ചെയ്യട്ടെ തനു. അതൊക്കെ പോട്ടെ, ഒരു കാര്യം പറ, ചേട്ടൻ ഇതൊക്കെ ചെയ്യുമെന്ന് നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ആലിയ, ഞാൻ ചെയ്ത ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് കാരണം അബി ഡിവോഴ്സ് വാങ്ങാതെ വരില്ല. ഇനി 24 മണിക്കൂർ പൂർത്തിയാവാൻ വെറും 7 മണിക്കൂർ മാത്രം. ഈ 7 മണിക്കൂറിൽ പ്രിയ വിവാഹത്തിൽ പറഞ്ഞ 7 വചനങ്ങളും അതോടെ തീരും. അതുകൊണ്ടാ പറഞ്ഞ വേഗം വരാൻ. നിനക്ക് ക്ലയന്റിനെ വെയിറ്റ് ചെയ്യുന്നതിന്റെ വിഷമാണോ അതോ പൈസയെ കുറിച്ചാണോ? ഈ ഡീൽ എങ്ങാനും ക്യാൻസൽ ആയി പോയാൽ നിനക്ക് പൈസ കിട്ടില്ലല്ലോ. ഇത്തവണ ഞാൻ പണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പണം സമ്പാദിക്കാൻ ഇനിയും കഴിയല്ലോ. പക്ഷേ ഇത്തവണ ഞാൻ നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. നോക്കൂ, നിങ്ങൾ എപ്പോഴും ഇന്റർനാഷണൽ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ലേ? ഇപ്പൊ അതിനൊരു അവസരം ഉണ്ടായല്ലോ. നിങ്ങളുടെ സ്വപ്നം സത്യമാവാൻ പോവാ. എന്റെ ഈ സന്തോഷം കണ്ടിട്ട് നിന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്ന പോലെ ഉണ്ട്. നിങ്ങളുടെ സ്വപ്നം എന്റെ സ്വപ്നമല്ലേ? എന്താ? ഒന്നുമില്ല. നീ എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. കേട്ടെങ്കിൽ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? അതൊക്കെ പോട്ടെ, നിനക്ക് എന്ന് മുതലാ എന്റെ സ്വപ്നങ്ങളെ കുറിച്ചുള്ള ചിന്ത തുടങ്ങിയത്? അത് നിങ്ങൾ എന്നെ